ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അൽബിദ പാർക്കിൽ ലാൻഡൽ ഫെസ്റ്റിവൽ കാണാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നല്ല അടിപൊളി വീഡിയോ ആണ്. ഇത് നിങ്ങൾ തീരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. എൻട്രി ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നല്ല രസമാണ് എൻട്രി കാണാൻ. ഇനി ഞങ്ങൾ എന്താ ചെയ്യണം, അതിനുള്ളിലേക്ക് കയറുകയാണ്. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ഉണ്ട്. അവര് ഫാമിലി ആയിട്ട് വന്നേക്കണേ. ഞങ്ങളെ ഫാമിലി, അവര് ഫാമിലി. ഞങ്ങളെ കൂടെ പപ്പാര് മാത്രമില്ല. ഇവളാണ് എൻ്റെ ഫ്രണ്ട് ഇഷ്യല്. ഞാൻ നാട്ടിൽ കുറെ വിശേഷങ്ങളൊക്കെ പറയണ്ടായിരുന്നു. അവളും അത്രത്തെ വിശേഷങ്ങളൊക്കെ പറയണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ ചർച്ച പറഞ്ഞിട്ട് പോവേന്ന്. അങ്ങനെ ഞങ്ങൾ അതിനുള്ളിൽ കയറാൻ പോവുകയാണ്. ഞാൻ ശരി അവിടെ എത്തിയപ്പോൾ ഒറ്റ ഓട്ടോ ഓടി. അവിടെ ഫ്രീ ആയിട്ട് പാർക്കുണ്ട്. ആ പാർക്കിൽ ഞങ്ങൾ ലാസ്റ്റാണ് കയറിയത്. അതിൻ്റെ ഞങ്ങൾ രണ്ടുപേരും അതിനുള്ളിൽ കൂടി കയറാന്. ഞങ്ങളൊന്നും പിടിച്ചിട്ട് കിട്ടണില്ല. പുറത്തുനിന്ന് തന്നെ ഇതിൻ്റെ ലൈറ്റുകളൊക്കെ നിങ്ങൾ കണ്ട നല്ല രസമല്ലേ? അവിടെ നല്ല തണുത്ത കാറ്റ് വീശുണ്ടായിരുന്നു. അവിടെ നന്നായിട്ട് പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എന്താ ചെയ്ത് നല്ല രീതിക്ക് ഡാൻസൊക്കെ കളിച്ച്. ആ സമയത്ത് ഇവർ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നു. വലിയവർക്ക് 40 റിയാല്, ചെറിയവർക്ക് 25 റിയാല്. അവിടെ പാട്ടൊക്കെ ഉണ്ട്. ഞങ്ങളാണെങ്കിൽ ടിക്കറ്റ് എടുക്കുന്നത്. ആ സമയത്ത് പാട്ടുണ്ടായോണ്ട് ഞങ്ങൾ എന്താ ചെയ്ത് അവിടെ നിന്നിട്ട് കുറെ ഡാൻസുകളൊക്കെ കളിച്ച്. ഞങ്ങളെന്താ ചെയ്ത് ഞങ്ങളെ കൈമ കൊട്ടിച്ച് തന്നെ അവരെന്താ ചെയ്ത് സ്കാൻ ചെയ്ത് അവർ നമുക്ക് വാച്ച് പോലെ കിട്ടിത്തരും. അവർ സ്കാൻ ചെയ്ത് ഞങ്ങളെന്താ ചെയ്ത് അങ്ങോട്ട് ഓടിപ്പോയി. ഞങ്ങളെ പിന്നെ ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റണില്ല. ഞങ്ങളെ ഓടി വീഡിയോ എടുക്കാൻ പറ്റണില്ല, ഫോട്ടോ എടുക്കാൻ പറ്റണില്ല, റീൽസ് എടുക്കാൻ പറ്റണില്ല, ഒന്നും പറ്റണില്ല. ഞങ്ങളാണെങ്കിലോ ഒറ്റോട്ടം എവിടേക്ക് ഓടണേന്നൊന്നും അറിയില്ല. ഞങ്ങളെ എവിടെയെങ്കിലും ഓടും. എന്നിട്ട് അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കണ പോലെ ഇങ്ങനെ കുറേ ഇങ്ങനെ ആക്കും. ക്യാൻറ്റീൻ ഒരു കൊട്ടാരം പോലെ അവരെ പണിഞ്ഞ് വെച്ചിട്ടുണ്ട്. ലോലിപ്പോപ്പും വെറൈറ്റി ക്യാൻഡീസും അല്ല, പിന്നെ നല്ല രീതി നമ്മൾ തിന്നാൻ പറ്റണ ക്യാൻഡീസൊക്കെ ഉണ്ട്. അവിടെ നിന്ന് തൊടാൻ പാടില്ല. അതിൻ്റെ ഉള്ളിലും പോലും കയറാൻ പാടില്ല. എന്താ വെച്ചാൽ അവിടെ ഡോൺ ടച്ച് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നിട്ട് കളിച്ചു. വേറെ ഒരു കൊട്ടാരം ഉണ്ടാക്കി വെച്ച കണ്ട അതും ക്യാൻഡി കേട്ടോ. അപ്പുറത്തൊരു മരത്തിൽ നല്ല രീതിക്ക് ലേറ്റസ് ഒക്കെ വെച്ചിട്ട് ഫിഷൊക്കെ തൂക്കി വെച്ചിട്ടുണ്ട്. കാറ്റത്ത് നന്നായി നാടുണ്ടാകുന്നത്. ഞങ്ങൾ പേടിച്ചിട്ട് മാറിന്ന്. എന്തിനാ വെച്ചാൽ ആ മരം ഞങ്ങളെ തലേക്ക് വീണാലോ. സെക്യൂരിറ്റി വന്നിട്ട് പറഞ്ഞ് അധികം നേരം അവിടെ നിന്നിട്ട് വീഡിയോ ഫോട്ടോ റീൽസ് ഒന്നും എടുക്കണ്ട, കാറ്റ് വന്നാൽ ചിലപ്പോൾ തലയിൽ വരുമെന്ന്. അവിടെ നല്ല രസമുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അവിടുന്ന് പോരാൻ തോന്നിയില്ല. ഞങ്ങളെ കൂടെ വേറെ 2 കുട്ടികളുണ്ട്. അത് ഒരെണ്ണം വിശാലിൻ്റെ അമാലി, ഒരെണ്ണം എൻ്റെ ചൂച്ചു. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കിഡ്സിൻ്റെ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട്. അവിടെ കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ കൊട്ടാരത്തിൻ്റെ അടുത്തുള്ള വ്യൂ ആണിത്. ഇതുപോലെ എല്ലാതും ഇതുപോലെ ലൈറ്റ് പോലെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അവിടെ നിന്നിട്ട് പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ തോന്നുന്നുണ്ട്. ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാൻ നിൽക്കുന്നുണ്ട്. എന്നാൽ ആ ലൈറ്റ് ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണില്ലല്ലോ. അവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാന്. എനിക്ക് നല്ല രീതിക്ക് അവിടെ പോയപ്പോ ഇഷ്ടായി. ഇഷല അവിടെ മോളിക്ക് നോക്കിയിട്ട് എന്തിട്ടൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ഖത്തറിൽ എല്ലാവരും ഇവിടെ വ്യാഴാഴ്ച വരണം. വ്യാഴാഴ്ച ഇവിടെ നല്ല നല്ല പരിപാടികളൊക്കെ ഉണ്ട്. കിഡ്സിൻ്റെ നല്ല നല്ല പരിപാടീസൊക്കെ അവിടെ ഉണ്ട്. എല്ലാ മരമേ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല കാറ്റുള്ളതുകൊണ്ട് അവിടെ ഇങ്ങനെ സാധനങ്ങളൊക്കെ താഴെ വീഴാൻ പോകുന്നുണ്ട്. അവിടെ നല്ല കാറ്റുള്ളതുകൊണ്ട് നമുക്ക് നല്ല രീതിക്ക് തണുത്തു. ആ മരത്തമ്മ കിളിയുണ്ട്, ഫിഷുണ്ട്, എല്ലാ സാധനങ്ങളും. ആ ലൈറ്റൊക്കെ കാണാൻ നല്ല രസമല്ലേ? ചൂച്ചക്ക് മുട്ടായി കണ്ടിട്ട് തിന്നാൻ കൊതിയായിട്ട് ഓടി നടക്കേണ്. ഞങ്ങൾ ചൂച്ചിന് പിടിക്കാൻ നിൽക്കണ്ട, എന്നാൽ ചൂച്ച് പിടിക്കാൻ വരണില്ല. നല്ല രസമല്ല. തന്നിമത്തനും അതിൻ്റെ അടുത്ത് ഒരു സാധനം കൂടി ഉണ്ട്. ആ സാധനം എനിക്ക് എന്തുട്ടാന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ ഈശ്വരനും കൈ പിടിച്ച് നടക്കുകയാണ്. ഞങ്ങൾ 2 പേരും ഓടിപ്പോയിട്ട് ഞങ്ങളൊന്നും പിടിക്കാൻ പറ്റണില്ല, ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും. ഈശ്വരൻ്റെ ഉണ്ണി ഞങ്ങളെ ഒപ്പം ഓടി കളിക്കുന്നുണ്ട്. ചൂച്ചാണെങ്കിൽ വേറെ എവിടെ മുട്ടായി കണ്ടപ്പോൾ അങ്ങോട്ട് ഓടി. ചൂച്ചു ഞങ്ങളെ ബാക്കിൽ ഓടി നടക്കുന്നുണ്ട്. എന്നാൽ ചൂച്ചക്ക് എത്താത്തതുകൊണ്ട് ചൂച്ച് എന്ത് ചെയ്ത് അവിടെ നിന്നിട്ട്
അവിടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നടന്ന്. അവൻ്റെ വിചാരം അത് ഒറിജിനൽ മുട്ടായിന്നാ. ഇവിടെ എനിക്ക് ഇഷ്ടമുള്ള ലോലിപോപ്പ്, സ്ട്രോബെറി ഐസ്ക്രീമും കപ്പ് കേക്കും പിന്നെ കുറേ ക്യാൻഡീസൊക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങൾ 2 പേര് അവിടെ നിന്നിട്ട് ഹാർട്ടൊക്കെ പിടിച്ചിട്ട് അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുകയെന്ന് അവിടെ നിന്ന്. ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. ചോദിച്ചാണെങ്കിൽ ഈശലിൻ്റെ ഉണ്ണിയാണെങ്കിൽ അവിടെ നിന്ന് നല്ല രീതിക്ക് കളി. ഞങ്ങളാണെങ്കിൽ വേറെ എവിടേക്കോ ഓടിപ്പോയി. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവിടെ നിന്ന് കുറേ ഫോട്ടോ എടുത്തപ്പോഴാണ് ഞങ്ങളിത് കണ്ടത്. ഡൈനോസർ ഫ്ലവറിൻ്റെ അവിടെ നിൽക്കണേ. എനിക്ക് നല്ല ഇഷ്ടം ഇങ്ങോട്ട് വന്നതാട്ടോ. കിളികളൊക്കെ പരുന്താ കിളിയാ കാക്കേ എന്നിട്ടൊക്കെ അവിടെ നിന്നിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഡൈനോസർ പൂവിൻ്റെ അടുത്ത് നല്ല രീതി. ഈ കിളിയുടെ പേര് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. കുറേ പേര് ഫോട്ടോയും വീഡിയോയും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നല്ല രസം കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോയാൽ തീരെ പോരാൻ പോലും തോന്നില്ല. അപ്പാണെങ്കിൽ ഞങ്ങളെ വിളിച്ചിട്ട് കൈനോന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞ് കൈനോട്ടൊന്നുമില്ല, ഇനി കൈനാ ഞങ്ങൾ വിളിക്കാന്ന്. അവിടെ ജിറാഫ് ഉണ്ട്, പിന്നെ കടുവുണ്ട്, ഫോക്സ് ഉണ്ട്, പിന്നെ ആനുണ്ട്, ഊളുണ്ട്, കുറേ എലിമെന്റ്സ് ഉണ്ട്. ചോദിച്ചാൽ ആനനെ കണ്ടപ്പോൾ അങ്ങോട്ട് കടന്ന് ആനയുടെ കൊമ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഡോൺ ടച്ച് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ടും ചോദിച്ചാൽ അവിടെ പോയിട്ട് നാക്കാണ്. ഞാൻ ഈശല അങ്ങനെ കണ്ടിട്ട് അത് മാത്രമല്ലാണ്ട് ഈശലിൻ്റെ ഉണ്ണിയും ചൂച്ചും ആന കണ്ടുകൊണ്ട് അവർക്ക് ആനനെ ഇഷ്ടമായോണ്ട് ഞങ്ങൾ കുറേ നേരം ആനനെ അവിടെ കണ്ടു. അവിടെ പുലിയുണ്ട് കേട്ടോ. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായി പുലിനെ കാണുമ്പോൾ. കളർഫുൾ അവിടെ നല്ല നല്ല ഫ്ലവേഴ്സൊക്കെ കാണുന്നുണ്ട്. എന്നാൽ ഞാൻ അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ. ഈ ഫ്ലവറിൻ്റെ പേരൊക്കെ നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായത് ഇങ്ങോട്ട് വന്നതാട്ടോ. തറയിൽ നല്ല നല്ല ബ്യൂട്ടിഫുൾ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നല്ല നല്ല പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഈ പൂക്കളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഖത്തറിലെ ആൾക്കാരൊക്കെ എന്തായാലും ഇങ്ങോട്ട് വന്നേട്ടോ. ഇത് നല്ല നല്ല ഗെയിംസിനൊക്കെ അടക്കം ഉണ്ട് കേട്ടോ. അവിടെ ട്രംബോളിയൊക്കെ ഉണ്ട്. ഞങ്ങളിനി അങ്ങോട്ട് പോവേണേ. എനിക്ക് ട്രംബോളി കയറുന്നുണ്ടാന്ന്. ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ എൻ്റെ കൂട്ടൊരു ഈശ്വര് കൊടുക്കണ ഈശ്വര് നല്ല രീതിയിൽ തണുക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നല്ല രസമുള്ള ടെഡി ബിയർസ് ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായി ഇങ്ങോട്ട് വന്നിട്ട്. ഞങ്ങളാണെങ്കിൽ കണ്ണുപൊത്തി കളിക്കുന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഒന്ന് നോക്കിയിട്ട് അവിടെ തന്നെ നിന്ന് അവളെന്നെ പിടിക്കാൻ വരുന്നു വിചാരിച്ചിട്ട് അവളെ എനങ്ങാത്ത ആൾക്കാർ പിടിക്കും ഇല്ല. ഞങ്ങളാണെങ്കിൽ ഇനി നേരെ വാഷ്റൂമിലേക്ക് പോവാണ്. ഞാൻ ശരി നല്ല രീതിക്ക് ഫ്രണ്ട്സായിട്ട് കൈയൊക്കെ പിടിച്ചിട്ട് നടക്കുന്നുണ്ട്. ഞങ്ങളാണെങ്കിൽ കുറച്ച് നടന്ന് പോയി. ഇപ്പം ലൈറ്റ് കണ്ട്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്ത് കുറച്ച് നേരം ലൈറ്റ് കണ്ടിട്ടൊക്കെ നിന്ന് പിന്നെ ഞങ്ങൾ വാഷ്റൂമിൽ പോയി. പിന്നെ ഞാൻ വാഷ്റൂമിൽ പോയി വരുമ്പോൾ ഞങ്ങൾ 3 പേരും അവിടെ നിന്നിട്ട് കുരുത്തക്കേട് കാണിക്കണേ. അപ്പം ചോദിച്ചാണെങ്കിൽ അവിടെ നിന്ന് നോക്കണേ. എന്താ വെച്ചാൽ ടിഷ്യൂ എടുക്കുക, കയ്യെ ഉണക്കട സാധനത്തിൽ വെക്കുക, അതുപോലെ തന്നെ ഷെല്ലിൽ ഉണ്ണിയാക്കുക. നല്ല രീതിക്ക് ചൂട് കിട്ടണ. നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്ത് അവിടെ നിന്ന് പോയപ്പോൾ ഞങ്ങൾ തണുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോവാൻ നിന്ന്. ഞങ്ങൾ വന്ന വഴിക്കൂടെ പോകാൻ പറ്റില്ല, അവിടെ ക്ലോസ് ചെയ്ത്. എന്നാൽ ഞങ്ങൾ എന്ത് ചെയ്ത് പോയ സ്ഥലത്ത് കൂടെ അങ്ങോട്ട് ഇറങ്ങിയ സ്ഥലത്തേക്ക് തന്നെ ഇറങ്ങിപ്പോയി. എന്നിട്ട് വീണ്ടും ഞങ്ങളെ കൈ സ്കാൻ ചെയ്യാൻ നിന്ന്. എന്താ വെച്ചാൽ ഇനി നമ്മളെ കയ്യിലില്ലെങ്കിൽ അവർ കയറ്റില്ല നമ്മൾ കളഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്താൽ അങ്ങോട്ട് വീണ്ടും ഓടിപ്പോയി. ഞാനാണെങ്കിൽ ഇവിടെ ബബിൾ വരുന്നുണ്ടായിരുന്നു. ആ ബബിൾ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടത്. ഇപ്പം അവിടെ ഇല്ല. പിന്നെ ഞങ്ങൾ എന്താ ചെയ്ത് അങ്ങോട്ട് ഓടി ചോദിച്ചാണെങ്കിൽ ഞങ്ങൾ പിന്നാലെ വരണേ. ഞങ്ങളെന്താ ചെയ്ത് നല്ല രീതിക്ക് ഓടിയേ. എനിക്ക് ഈ സ്ഥലത്ത് കൂടെ ഓടുമ്പോൾ ബ്രേക്ക് കിട്ടില്ല. പിന്നെ അവിടെ ഓടുമ്പോഴാണ് ബ്രേക്ക് കിട്ടുക. ഇവിടെ നിന്ന് ഓടുമ്പോൾ ബ്രേക്കൊന്നും കിട്ടണില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് വീണ്ടും വേറെ സ്ഥലത്ത് പോകുന്ന സമയത്ത് എന്ത് ചെയ്ത് അവിടെ പട്ടമൊക്കെ പറത്തിക്കുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്ത് അവിടെ നിന്നിട്ട് കണ്ട്. ആ സമയത്ത് ഈശ്വരൻ്റെ ഉണ്ണി വന്നിട്ട് ഞങ്ങൾ 2 പേരും ഉന്തിയിട്ട് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് ഞങ്ങൾ ഇരിക്കണ സമയത്ത് ഈശ്വരൻ്റെ ഉണ്ണി വന്നിട്ട് ഞങ്ങൾ ഉന്തിയുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ഓടിയിട്ട് ഈശ്വരൻ്റെ ഉണ്ണീനെ പിടിക്കണേ. അത് മാത്രമല്ലാണ്ട് ഇവിടെ ഒരു പരിപാടി പട്ടം പറത്താണ്ട് ഒരു പരിപാടി നടത്തി. അവിടെ ആണെങ്കിൽ നല്ല രസമുള്ള മുട്ടായി മഴ. Beautiful and fantastic candies. I have my beautiful and handsome friends here. Tonight we shall be flying up the candies from the sky. Are you seeing the kite? Yes.
Yeah, we be attached back to it soon. But before we have some candy, can we shake to take away the cold? Let's dance. Let's dance. Let's dance. Let's dance. Are you ready? Are you ready? Let's dance. Let's dance. Woohoo! What you need? 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 We all have a wonderful candy drop coming up soon. അവിടെ ആണെങ്കിൽ മുട്ടായി മഴ പെയ്ത്, പിന്നെ കുറേ മുട്ടായി മഴയൊക്കെ പെയ്തിട്ടുണ്ടാന്ന്, 2-3 മുട്ടായൊക്കെ പെയ്താണ്. ഞാനാണെങ്കിൽ ഒറ്റ മുട്ടായി എടുക്കാനേ, എനിക്ക് നല്ല ഓടാനറിയാം, അതുകൊണ്ട് എനിക്ക് മുട്ടായൊക്കെ എടുക്കാൻ അറിയാണ്ട് ഞാൻ കുറേ മുട്ടായൊക്കെ എടുത്ത് ഞാൻ എന്താ ബലിക്ക് ചൂച്ചിയുടെ പോക്കറ്റ് വെച്ചെടുക്കുകയാണ്. കുറേ ആൾക്കാർ ചൂച്ചിയുടെ കഴിച്ചിൽ കിട്ടി ചൂച്ചിക്ക് കൊടുത്ത്. ഫസ്റ്റ് ട്രിപ്പിൽ ഇശൽക്ക് അങ്ങനെ 2 എണ്ണം കിട്ടിയിട്ടുള്ളൂ, 1 എണ്ണം കിട്ടിയിട്ടുണ്ടാന്നുള്ളൂ. പിന്നെ ഒരാൾ ഇശലിന് കൊടുത്തു, ഇപ്പം 2 എണ്ണം ഇശലിന് കിട്ടി. പിന്നെ എന്തുണ്ടായ വീണ്ടും മുട്ടായി മഴ പെയ്യാൻ നിന്ന്. ഞങ്ങളെല്ലാവരും വിചാരിച്ചത് എല്ലായിടത്തും പരന്ന് വീഴുന്ന, എല്ലായിടത്തും ഇങ്ങനെ പരന്നൊന്നും വീണിട്ടില്ല. ഞാൻ അകെ സ്ഥലത്ത് വീണിട്ടുള്ളൂ, കാറ്റാനം വേറെ സ്ഥലത്തൊക്കെ പോയി. കുറേ എക്സസൈസ് ഒക്കെ ചെയ്ത് ഞങ്ങൾ എന്ത് ചെയ്തു അതുപോലെയൊക്കെ ചെയ്ത്. പിന്നെ അവിടെ ഒന്നും കൂടി ക്യാൻറ്റീൻസും മുട്ടായൊക്കെ കണ്ട് ഞങ്ങൾ എന്ത് ചെയ്ത് അവിടെ കണ്ട്. ഞാൻ ഇശലിൻ്റെ ഉണ്ണിക്കും ചോദിച്ചോന്ന് എന്താ ചെയ്യുക, ഞാൻ കുറേ മുട്ടായുള്ള പേരൊക്കെ പറഞ്ഞു കൊടുക്കുക. അവിടെ ആണെങ്കിൽ കാർട്ടൂണൊക്കെ ഉണ്ടാകുന്നത്. ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നിട്ട് കാർട്ടൂണൊക്കെ കണ്ട്. ഞാൻ ഇശലാണെങ്കിൽ തല്ലുകൂടി കളിക്കുന്നുണ്ടായിരുന്നു, കുറേ നേരം കുറേ ഫോട്ടോയിലൊക്കെ തല്ലുകൂടി നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഇശലിന് നല്ല രീതിക്ക് തണുത്തോണ്ട് ഞങ്ങൾ എന്താ ചെയ്ത് കൈ കെട്ടി. പിന്നെ ഞങ്ങളെ പോക്കറ്റിൽ കൈ വെച്ചെന്താ വെച്ചാൽ തണുത്ത പോക്കറ്റിൽ കൈ വെച്ചാൽ തണുക്കില്ല. ഞങ്ങൾ കൈ കെട്ടി കഥകളൊക്കെ പറഞ്ഞിട്ട് നടന്നു പോകണ്ടാന്നിട്ടാ. ഞാൻ ഇശലാണെങ്കിൽ തല്ലോടി കളിച്ചു, ഞാൻ പറഞ്ഞില്ലേ ഇതാ ഇതുപോലെയാണ് നിൽക്കണം. പിന്നെ കുറേ ഇങ്ങനെ കണ്ട് കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ കണ്ട്. ഈ റെഡ് കോട്ട് ഇട്ടാണ് ചൂച്ചല്ലോ, ചൂച്ചാണ്. എന്നാലും കുറേ നേരിട്ടത് ഇശലിൻ്റെ ഉണ്ണിയാന്ന് പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിലായില്ല. പിന്നെ ഞങ്ങൾ എന്താ ചെയ്ത് ഇങ്ങനെ നടന്നു പോയി. ചൂച്ചാണെങ്കിൽ കുറേ കാഴ്ചകളൊക്കെ കണ്ട്. അവിടെ കുറേ മാനുണ്ട്, മാൻ്റെ തലയിൽ എല്ല. എങ്ങനെയൊക്കെ മാൻ്റെ തലയിൽ എല്ലൊക്കെ വന്നേ. പിന്നെ പുലി, ഞങ്ങൾ എന്താ ചെയ്ത് കുറേ നേരം പുലിയുടെ പോലെ നിന്ന്. പിന്നെ ഞങ്ങൾ എന്താ ചെയ്ത് ഹാർട്ടൊക്കെ എന്താ ദേഷ്യം പിടിച്ചിട്ട് ഹാർട്ട് പിടിച്ച്. പിന്നെ ഞങ്ങൾ എന്താ ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോയി വേറെ മൃഗത്തിനെ കണ്ട് നിൽക്കണ്ട.
പിന്നെ ഞങ്ങൾ ആ സാധനത്തിൽ കുറേ നേരം കണ്ട്. എൻ്റെ ഫോട്ടോ എടുക്കണം ഇപ്പം ഷെൻറ്റുണ്ണി കേട്ടോ. പിന്നെ ഞങ്ങൾ എന്താ ചെയ്ത് ഹാർട്ട് പിടിച്ച് നടന്ന്. ഞാൻ ഇതുപോലെ എന്തിനാണ് നിൽക്കണേ വെച്ചാൽ ഞാൻ ശരി എന്തിനാണ് നിൽക്കണേ വെച്ചാൽ ഹാർട്ടാക്കാനാണ്. ഞാൻ ശരിയും കുറേ നേരം അവിടെ നിന്ന് പിന്നെ വീണ്ടും വേറെ സ്ഥലത്ത് പോയിട്ട് ഊളിൻ്റെ അടുത്ത് നിന്നിട്ട് മൂങ്ങ എടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ എന്താ ചെയ്ത് റെസ്റ്റ് എടുക്കാനിരുന്നത്. പിന്നെന്താ കുറുക്കനൊക്കെ കണ്ട് കുറുക്കനും. പിന്നെ എന്താ കണ്ടത് എന്താന്ന് വോൾഫിൻ്റെ തലയിൽ മൂട്ടി. അതായിക്കണേ ഞങ്ങൾക്കറിയില്ല. എന്നിട്ട് ഞങ്ങൾ എന്താ ചെയ്ത് അതുപോലെ നിൽക്കണി. എന്നാൽ ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾ വേറെ രൂപത്തിൽ നിന്ന് വീട് ഞങ്ങൾ തല്ലുകൂടി. പിന്നെ അതുപോലെ ഞങ്ങൾ നിൽക്കാനും ശ്രമിച്ച്. അപ്പോൾ അത് അങ്ങോട്ടേ നോക്കണം. ഞങ്ങളാണെങ്കിൽ നേരക്ക് നോക്കണം. എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ, മറക്കല്ലേട്ടാ. അങ്ങനെ ഞങ്ങൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് ഞാൻ ഇശലും അവിടെ ഇരിക്കാൻ റെസ്റ്റ് എടുക്കാൻ പോയി. ഞങ്ങൾ രണ്ടുപേരും ഇരിക്കണം കണ്ടപ്പോൾ എന്ത് ചെയ്ത് ഇശലിൻ്റെ ഉണ്ണിയും വന്നിട്ട് നടുക്കിലിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇശലിൻ്റെ ഉണ്ണിനെ കൈ കെട്ടിയിട്ട് നോക്കി നിന്ന്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് അവിടെ നിന്ന് പോയി. പപ്പന്മാരെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. അവരൊക്കെ വരാന്നാണ് പറഞ്ഞത്. ഞാനാണെങ്കിൽ ഇശലിൻ്റെ ഫോട്ടോ എടുക്കാൻ കുറേ നേരം നിന്ന്. ഇശൽ എൻ്റെ ഫോട്ടോ എടുക്കും, ഞാൻ ഇശലിൻ്റെ ഫോട്ടോ എടുക്കും. അതുമാത്രമല്ല ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ നിന്നിട്ട് എടുത്ത് പിന്നെ ഞങ്ങൾ എന്താ ചെയ്ത് പാർക്കിക്ക് പോയി. ഞാൻ ഈ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ അമർത്തിയുണ്ടോയെന്ന് നോക്കണം. അമർത്തിയില്ലെങ്കിൽ അമർത്തണം കേട്ടോ. അങ്ങനെ ഞങ്ങളെ വീഡിയോ അവസാനിക്കാനായി. ഇനി ഞാൻ നല്ല നല്ല വീഡിയോസൊക്കെ ഇടാം. നിങ്ങൾ എന്തായാലും ആ ഈ വീഡിയോസ് മുമ്പിട്ട വീഡിയോസൊക്കെ കാണണം. നിങ്ങൾ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എൻ്റെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? എൻ്റെ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറക്കല്ലേ കേട്ടോ. ഇവിടെ നല്ല അടിപൊളി ഫിഷുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പാണ്ട ഇഷലു ഞാനാണെങ്കിൽ ബട്ടർഫ്ലൈൻ്റെ അടുത്ത് നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഫോട്ടോഷൂട്ട്. പിന്നെ റിങ്ങിൻ്റെ അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോ എടുത്ത്. പിന്നെ മീനിൻ്റെ പേര് നിങ്ങൾക്ക് അറിയണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണ്ട. പിന്നെ അത് മാത്രമല്ലാണ്ട് യൂണിക്കോണിൻ്റെ റെയിൻബോ കിട്ടി കണ്ടു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് അവിടെ നിന്ന് നേരെ പോയി. നേരം അവിടെ ഞങ്ങൾ നടന്ന് പോകുമ്പോഴാണ് കണ്ടത് നല്ല ഭംഗിയിലെ ലൈറ്റുകളൊക്കെ. ഞാനും ചോദിച്ചു ഇശലിൻ്റെ ഉണ്ണിയും ഇശലും കുറേ നേരം അവിടെ നിന്ന് നല്ല രീതിക്ക് കണ്ട്. എനിക്ക് നല്ല രീതിക്ക് അവിടെ പോയപ്പോൾ ഇഷ്ടമായി. ഞാനാണെങ്കിൽ കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ നിന്ന്, ഇശലാണെങ്കിൽ കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ നിന്ന് എൻ്റെ കൂടെ. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ടൈഗറിനൊരു പറക്കണ ചിറകുണ്ട്. പിന്നെ ഓന്തിന് നല്ല രസത്തിൽ ഓന്തുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ കളർഫുള്ളാട്ടോ. പിന്നെ ഞങ്ങൾ കുറേ നേരം ലേറ്റ് കണ്ടപ്പോൾ ചെയ്തൊന്നും കൂടെ ഇവിടെ തന്നെ നിന്ന് കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്ത് ഹൈ ലവ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഓടി. നേരെ ഇരുന്നതൊക്കെ സ്ഥലമേ. പിന്നെ ഞങ്ങൾ ചെയ്തു കുറേ നേരം അവിടെ നിന്നിട്ട് കളിച്ച് നല്ല രീതിക്ക് കളിച്ച് എനിക്ക് നല്ല രീതിക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കാനായി. ഇനി പുതിയ വീഡിയോ വരണ വരെ